അപാകത ചൂണ്ടിക്കാട്ടി വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ യുവാവിനെ മർദ്ദിച്ചതായി പരാതി. തച്ചമ്പാറ പുത്തൻകുളം NP മധുവാണ് സമീപവാസിയും രാഷ്ട്രീയ പ്രവർത്തകനുമായ പുത്തൻകുളം സ്വദേശി കെ വിജയൻ എന്ന ബിജുവിനെതിരെ പരാതി നൽകിയിട്ടുള്ളത്. ഈ റോഡ് പൂർണ്ണമായിട്ടും പണി തീർന്നിട്ടില്ല. 50% മാത്രമേ പണി തീർന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ വെള്ളം പോകാനുള്ള സൗകര്യം ഉണ്ടാക്കണം. കോൺക്രീറ്റ് ചാല് നിർമ്മിച്ചതിന് ശേഷം വെള്ളം പോകുമ്പോഴാണ് റോഡ് അത് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് തയ്യാറുമല്ല. ജനങ്ങളെ പോലുള്ള ജനങ്ങള് സമൂഹത്തിന് എന്ത് ചെയ്തു എന്നുള്ളത് അത് ഇവനെ പോലുള്ള ആളും നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. പിന്നെ അതൊക്കെ നീ തോന്നുന്നു. എന്നെ നീ മര്യാദകൾ വർത്താൻ പറയാം. എന്ത് വർത്താനം? ഞാൻ എന്താ പറഞ്ഞു? പരാതിയിൽ കല്ലടിക്കോട് പോലീസ് കേസെടുത്തു. പൊട്ടിപ്പൊളിഞ്ഞു കിടന്നിരുന്ന തച്ചമ്പാറ പുത്തൻകുളം മാട്ടം റോഡ് പുതിയതായി കോൺക്രീറ്റ് ചെയ്ത് കട്ട പതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് 5 ലക്ഷം രൂപ നീക്കിവെച്ചാണ് റോഡിന്റെ നിർമ്മാണം നടക്കുന്നത്. റോഡിൽ ആവശ്യമായ അഴുക്കുചാൽ നിർമ്മിച്ചിട്ടില്ല. മഴവെള്ളം ഒഴുകുന്നതോടെ റോഡ് വീണ്ടും തകരാൻ കാരണമാകും. ഇത് സമൂഹത്തെ അറിയിക്കുന്നതിനായി വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിലാണ് സംഭവം. ആ വഴി നടന്നു വരികയായിരുന്ന വിജയൻ കയർത്ത് സംസാരിക്കുകയും മധുവിനെ കഴുത്തിന് പിടിച്ചു തള്ളി മാറ്റി മുഖത്ത് ഇടിച്ച് അസഭ്യം പറയുന്നതും വീഡിയോയിൽ കാണുന്നുണ്ട്. തുടർന്ന് വീഡിയോ മാറ്റിയ ശേഷം തിരിച്ചെത്തി ജാതിപ്പേർ വിളിച്ചും കുടുംബങ്ങളെ ആക്ഷേപിച്ചതായും മധു പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നു. കെ വിജയനെതിരെ വിവിധ വകുപ്പുകളും SC/ST വകുപ്പും ഉൾപ്പെടുത്തി കേസെടുത്തതായി CI GS സജി പറഞ്ഞു. തച്ചമ്പാറ പഞ്ചായത്തിലെ 15-ാം വാർഡ് പുത്തൻകുളം മാട്ടം റോഡ് പണിയുമായി ബന്ധപ്പെട്ട് ആണ് വിഷയം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ റോഡിൻ്റെ ഘടനയെ മനസ്സിലാക്കാതെ നിർമ്മിച്ച ആ റോഡിൻ്റെ സ്വതനാവസ്ഥ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നു. ആ സമയത്ത് വീഡിയോ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ പ്രദേശത്ത് താമസിക്കുന്ന വിജയൻ K എന്ന് പറയുന്ന ബിജു ഒരു പ്രകോപനമില്ലാതെ എൻ്റെ നേരെ വന്ന് അസഭ്യം പറയുകയും എന്നെ തള്ളി മാറ്റുകയും അതുപോലെ തന്നെ എൻ്റെ മുഖത്തിടിക്കുകയോ എന്നെ ഭീഷണിപ്പെടുത്തുകയോ ഒക്കെ ചെയ്തു. വളരെ മോശമായ രീതിയിലാണ് എൻ്റെ കുടുംബത്തെയും അപമാനിച്ചത്. പൊതുപ്രവർത്തനം എന്നാണെന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് മാനസികമായും ശാരീരികമായും ജാതികീയമായിട്ടാണ് എന്നെ ആ ബിജു എന്ന് പറയുന്ന വ്യക്തി ആക്രമിച്ചത്. അതുപോലെ തന്നെ വീഡിയോ ഞാൻ ഓഫാക്കിയ ശേഷം വേറെ സ്ഥലത്തേക്ക് മാറ്റിവെക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ ആ സമയത്ത് വീണ്ടും തിരിച്ചു വരികയും എന്നെ കൈപിടിച്ച് തിരിക്കുകയും എൻ്റെ മുഖത്തടിക്കുകയും എന്നെ ജാതീയമായി വിളിക്കുകയാണ് ചെയ്തത്. എനിക്കതിന് ഭയങ്കരമായിട്ട് ഒരു വിഷമം തോന്നി. ഈ കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോകണം. കല്ലടിക്കോട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ FIR ഇട്ടിട്ടുണ്ട്, കേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇത് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് താല്പര്യം. ഇതിന് ഒരു വിട്ടുവീഴ്ചയില്ല. നമുക്ക് പൊതുസമൂഹത്ത് നമ്മളുടേതായ ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള നിയമ നടപടികൾക്ക് മുന്നോട്ട് ഞാൻ പോവും. ഇത് തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ചേട്ടാ ഒരു ചായ. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതിന്റെ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട്. കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.